ഇന്ത്യയിൽ ജെൻസിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു മൂവ്മെന്റ് ആരംഭിച്ചിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി CJP. മാധ്യമപ്രവർത്തകരെയും വിവരാവകാശ പ്രവർത്തകരെയും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെയും അധിക്ഷേപിച്ചുകൊണ്ട് കോക്രോച്ച് എന്ന് വിളിച്ചത് രാജ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ഈ പരാമർശമാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാൻ കാരണം. ഭരണഘടനയുടെ കസ്റ്റോഡിയനായ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ യുവാക്കളെക്കുറിച്ച് അധിക്ഷേപകരമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അഭിജിത്ത് ദീപക് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രതിഷേധ സൂചകമായി ഒരാശയം പങ്കുവച്ചു. കോക്രോച്ചുകളെ വരൂ, നമുക്ക് ഒരുമിക്കാം. ഈ ആഹ്വാനമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കാൻ നിമിത്തമായത്. ഈ പോസ്റ്റിന് വലിയ പിന്തുണയാണ് ജെൻസിയിൽ നിന്നും ലഭിച്ചത്. 3.3 മില്യൺ ആളുകൾ, 33 ലക്ഷം ആളുകൾ 2 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ മൂവ്മെന്റ് ഇന്ത്യയിലെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ പ്രതിഷേധത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും ശബ്ദമാണ്. അവർക്ക് ചില അജണ്ടകളുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ 5 ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യവുമാണ്. റിട്ടയർ ചെയ്യുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജിക്കും രാജ്യസഭാ സീറ്റ് പോലെയുള്ള റിവാർഡുകൾ നൽകാൻ പാടില്ല. ഇതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒന്നാമത്തെ ഡിമാൻഡ്. യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ആവശ്യം. പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33% സംവരണത്തിന് പകരം 50% സംവരണം ഏർപ്പെടുത്തണം. ക്യാബിനറ്റ് റാങ്കിലും 50% സംവരണം ഏർപ്പെടുത്തണം. ഇതാണ് അവരുടെ മൂന്നാമത്തെ ഡിമാൻഡ്. അംബാനിയുടെയും അദാനിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മീഡിയ ഹൗസുകളുടെയും ലൈസൻസുകൾ റദ്ദ് ചെയ്യണം.